പാലക്കാട് നാളെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യും. ഏകദേശം 1,94,000-ലധികം ആളുകളാണ് വോട്ടർമാരായുള്ളത്. 1,00,000-ലധികം സ്ത്രീജനങ്ങൾ വോട്ട് ചെയ്യുന്നു. 94,000-ഓളം പുരുഷന്മാരാണ് വോട്ടർമാർ. പാലക്കാട് നഗരസഭ, പാലക്കാട് താലൂക്ക്, പിരിയാരി, കണ്ണാടി, ആലത്തൂർ താലൂക്കിലെ മാത്തൂർ മേഖല, ഇതൊക്കെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്നത്. ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ പ്രചരണം അതിതീവ്രമായിരുന്നു. നമുക്കറിയാം, കൊട്ടിക്കലാശമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. 3 മുന്നണികളും ഒരുപോലെ ആവേശത്തിലാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPക്ക് പറ്റിയ വീഴ്ച അത് തീർത്തും തിരിച്ചടിയായിരിക്കും BJPക്ക് നൽകുന്നത്. കൃഷ്ണകുമാർ ആഭിമുഖ്യമുള്ള നേതാവ് തന്നെയാണ്. അത് പാലക്കാട് നഗരസഭയിൽ പരിധിയിൽ മാത്രമാണ്. അവിടെ മാത്രമാണ് BJPക്ക് മുൻതൂക്കമുള്ളത്. ബാക്കി 3 മേഖലകളിലും CPM-നാണ് മുൻതൂക്കം കൂടുതൽ. ഒപ്പം UDF-നും അവിടെ പച്ച തൊടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഷാഫി പറമ്പലിൻ്റെ നോമിനിയായി വന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിമർശനം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള കോൺഗ്രസ് നേതാക്കൾ പോലും, പി സരിനെ അനുകൂലമായി നിന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഇപ്പോഴൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം CPM-ലാണ് പി സരിൻ പോയിട്ടുള്ളത്. CPM-നെ കേരളത്തിൽ പരാജയപ്പെടുത്തിയാൽ മാത്രമേ UDF-ന് ശക്തിയുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസിന് ശക്തിയുള്ളൂ, ലീഗിന് ശക്തിയുള്ളൂ. അല്ലാതെ BJPയെ വീഴ്ത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം BJPയെ ഇവിടെ അത്ര തഴച്ചു വളരുന്ന ഒരു പാർട്ടിയല്ല എന്ന് UDF ക്യാമ്പിന് കൃത്യമായി അറിയാം. പിന്നെ അതുമാത്രമല്ല, BJP CPM ബാന്ധവം പല തരത്തിലും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് BJPയെ തോൽപ്പിക്കുക അല്ല, പറിച്ച് CPM-നെ തോൽപ്പിക്കുക, ഇടതുമുന്നണിയെ തോൽപ്പിക്കുക എന്നതായിരിക്കും അവിടെയുള്ള കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് തന്നെ VD സതീശൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാനിടയുണ്ട്. അതേ അവസരം 2,500-ഓളം ഇരട്ട വോട്ടുകൾ, കള്ള വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നു കോൺഗ്രസ്സുകാരും BJPക്കാരും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയ പരാതിയിൽ പറയുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരെങ്കിലും കള്ളവോട്ട് ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും കള്ളവോട്ട് ചെയ്താൽ കൃത്യമായ പിടിവീഴും, അവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കള്ളവോട്ട് നടക്കുകയില്ല. പിന്നെ കാശ് കൊടുത്തും മദ്യം കൊടുത്തും ഒക്കെ കോൺഗ്രസ്സുകാരും BJPക്കാരും കുറേ വോട്ടർമാരെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇടതുമുന്നണി നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ആ ആരോപണം ശരിയാണെങ്കിൽ പോലും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരം വോട്ടുകൾ, അതായത് ഈ പണം കൊടുത്തും മദ്യം കൊടുത്തുമുള്ള വോട്ടുകളൊക്കെ ഏത് ഭാഗത്ത് വീഴുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും നാളെ നടക്കുന്ന പോളിംഗിൽ പാലക്കാട് വിധി എഴുതുന്നത് ഒന്നുകിൽ പി സരിന്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ നേതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും. കാരണം കൃഷ്ണകുമാറിന് ആദ്യമേ തന്നെ BJP മനസ്സുകളിൽ നിന്ന് അവർ നീക്കം ചെയ്തു. കാരണം അവർ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വരുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. അപ്പോൾ അവർ ശോഭാ സുരേന്ദ്രന് വേണ്ടി ഫ്ലക്സുകൾ സ്ഥാപിച്ചു. ശോഭാ സുരേന്ദ്രനെ വരവേൽക്കാനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കി. പക്ഷേ അപ്പോഴാണ് ശോഭാ സുരേന്ദ്രനെയും സന്ദീപ് വാര്യരെയും വെട്ടിക്കളഞ്ഞിട്ട് K. സുരേന്ദ്രൻ കൃഷ്ണകുമാറിൻ്റെ പേര് പാലക്കാട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ നാളെ നടക്കുന്ന ത്രികോണ മത്സരത്തിൽ കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും പി സരിനും മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ മറ്റ് 7 പേർ കൂടിയുണ്ട് സ്ഥാനാർത്ഥികൾ. രാഹുൽ എന്ന പേരുള്ള 2 പേർ കൂടിയുണ്ട് സ്ഥാനാർത്ഥികൾ. അങ്ങനെ 10 പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. അതിൽ 3 മുന്നണികളുടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന മത്സരത്തിൽ നാളെ 1,94,000-ഓളം 1,94,706-ഓളം വോട്ടർമാർ അവരുടെ ജനഹിതം രേഖപ്പെടുത്തുമ്പോൾ അതിൽ ആർക്കാണ് മുൻതൂക്കമെന്നത് അറിയാൻ വീണ്ടും 3 നാൾ കൂടി കാത്തിരിക്കണം. 23-ാം തീയതി ചേലക്കരയിലെയും വയനാട്ടിലെയും പാലക്കാട്ടെയും ഫലങ്ങൾ നമുക്ക് ഒരുമിച്ച് അറിയാൻ കഴിയും. അപ്പോഴറിയാം ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് സർക്കാരിന് ലഭിക്കുന്ന മാർക്കാണ്, അല്ലെങ്കിൽ സർക്കാർ ഭരണത്തിനുള്ള വിധിയെഴുത്താണ് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഭരണമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഭരണത്തിനുള്ള വിധിയെഴുത്താണ് എങ്കിൽ, അനുകൂലമല്ലാത്ത റിസൾട്ടാണ് വരുന്നതെങ്കിൽ അദ്ദേഹം എന്തു പറയും? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും ഇതുപോലെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയ ശേഷം അങ്ങനെ ഭരണത്തോടുള്ള വികാരം എന്ന സംഭവം അമ്പയെ മറന്നുപോയി ഈ നേതാക്കളൊക്കെ. ഏതായാലും റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. മുന്നണികളുടെ ബലാബലത്തിൽ ആര് വിജയിച്ചു എന്നറിയാൻ ഇപ്പോൾ പി സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പത്തിനൊപ്പം അങ്ങനെ തന്നെയാണ് പ്രചരണവും നയിച്ചു പോയത്. ഇതിൽ ആർക്ക് കോൺഗ്രസ്സുകാരുടെ വോട്ട് കൂടുതൽ ലഭിക്കും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.